ഇടുക്കിയിൽ ശക്തമായ മഴയ്ക്ക് ശമനം. എങ്കിലും വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ തുടരുന്നുണ്ട്. പലയിടങ്ങളിലും ശക്തമായ കാറ്റും വീശിയടിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ജില്ലയിൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. കല്ലാർകുട്ടി, കല്ലാർ, പാമ്പ്ള, മലങ്കര ഡാമുകൾ തുറന്ന് വെള്ളമൊഴുക്കുന്നു. വിനോദസഞ്ചാര മേഖലകളിൽ വിലക്ക് തുടരുകയാണ്. രാത്രി യാത്രയ്ക്കും നിരോധനമുണ്ട്. 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേരാണ് കഴിയുന്നത്. രാഹുൽ സുരേഷ് ചേരുന്നു ഇടുക്കിയിൽ നിന്നും. രാഹുൽ, രാത്രി കനത്ത മഴ പെയ്തില്ല എന്നുള്ളതും മഴക്കെടുതികൾ കുറവായിരുന്നു എന്നുള്ളതും ഏറെ ആശ്വാസകരമാണ്. പക്ഷേ മണ്ണിടിച്ചിൽ ഭീതി അടക്കമുണ്ട്. ജാഗ്രത കൈവിടരുത് എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഉള്ളതല്ലേ? ഒപ്പം തന്നെ വിനോദസഞ്ചാരത്തിനൊക്കെ വിലക്കുണ്ട്. എന്താണ് ജില്ലയിലെ സാഹചര്യം? ഇപ്പോഴത്തെ മഴ എങ്ങനെയുണ്ട്? റോഷിനി, കഴിഞ്ഞ 24 മണിക്കൂറിൽ ശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ഇന്ന് പുലർച്ചെ 5 മണി വരെ തോരാ മഴ തന്നെയായിരുന്നു. 5 മണിക്ക് ശേഷമാണ് ആ മഴയ്ക്ക് ഒരു ശമനമുണ്ടായത്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പക്ഷെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ തുടരും എന്നത് തന്നെയാണ് ജില്ലാ ഭരണകൂടവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ രാത്രി ശക്തമായ മഴ ഉണ്ടായിരുന്നുവെങ്കിലും കാലവർഷക്കെടുതികൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ. ഇനിയിപ്പോൾ നേരം പുലർന്നു വരുമ്പോഴാണ് ജില്ലയിലെ പൊതുവായിട്ടൊരു അവസ്ഥ വ്യക്തമാകുകയും ചെയ്യുള്ളൂ. ജില്ല എന്തായാലും ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുകയാണ്. നിലവിൽ 4 ഡാമുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നത് മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് തന്നെയാണ്. നിലവിൽ 4 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊടുപുഴയാറിലും മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഗണ്യമായി തന്നെ കൂടാൻ സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ തൊടുപുഴയിലെയും മൂവാറ്റുപുഴയിലെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ ഏത് നിമിഷവും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ജലനിരപ്പ് നിയന്ത്രിക്കാനായില്ലെങ്കിൽ വീണ്ടും ഒരു ഷട്ടർ കൂടി തുറന്നേക്കും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും ഇനിയും വെള്ളം കയറാനുള്ള സാധ്യതയാണ് പറയുന്നത്. അതുകൂടാതെ കല്ലാർകുട്ടി ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. പാമ്പള ഡാമിന്റെയും ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെരിയാർ തീരത്തും ജാഗ്രത വേണം എന്നാണ് പറയുന്നത്. ഈ 2 ഡാമുകളും തുറക്കുമ്പോൾ സ്വാഭാവികമായും നേരുമംഗലം അടക്കമുള്ള സ്ഥലങ്ങളിലെ താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൂടാതെ കല്ലാർ ഡാമും തുറന്നിട്ടുണ്ട്. ഇരട്ടയാർ ഡാമും ഏത് നിമിഷവും തുറക്കാനുള്ള സാധ്യതയുണ്ട്. റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ചെമ്പകപ്പാറ, പെരിഞ്ചാംകുട്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ വരും മണിക്കൂറുകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ മണ്ണിടിച്ചിൽ ഭീഷണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ദേശീയപാതയിലടക്കം പ്രധാനപ്പെട്ട പാതയിലെല്ലാം തന്നെ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു 5 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മണ്ണിടിച്ചിൽ ഭീഷണി തുടരുന്നുണ്ട്. അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നതാണ് ജില്ലാ ഭരണകൂടം പറയുകയും ചെയ്യുന്നത്. വിനോദസഞ്ചാരികൾക്ക് ജില്ലയിലേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ വാഹനം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടഞ്ഞു കിടക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സ്കൂൾ കോളേജുകൾ അവധി ആയതുകൊണ്ടും സർക്കാർ സ്ഥാപനങ്ങളെല്ലാം അവധി ആയതുകൊണ്ടും ആളുകൾ അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 7 ക്യാമ്പുകളിലായി 100-ലധികം ആളുകളാണ് കഴിയുകയും ചെയ്യുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ഇരുണ്ടു മൂടിയൊരു കാലാവസ്ഥയാണ്. ഏത് നിമിഷവും മഴ പെയ്യാനുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോഴും നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കട്ടപ്പനയിലടക്കം ചാറ്റൽ മഴ വീണ്ടും ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ശക്തമായിട്ടുള്ള കാറ്റാണ് ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധിയായി മാറുന്നത്. ഈ ഏലത്തോട്ടം മേഖലകളിലും അതുകൂടാതെ പ്രധാനപ്പെട്ട റോഡിന്റെ 2 സൈഡുകളിലൊക്കെ കാലപ്പഴക്കം ചെന്ന മരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകൾ വേഗത കുറച്ച് മുന്നോട്ട് പോകണം. മരം കടപുഴകി വീഴുകയാണെങ്കിൽ, അത്തരത്തിലുള്ള കാഴ്ചകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിനെയും കൺട്രോൾ റൂമിനെയും ഫയർഫോഴ്സിനെയും അറിയിക്കണമെന്നൊരു കാര്യം കൂടി ജില്ലാ നേതൃത്വം, ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്യുന്നു. എന്തായാലും കഴിഞ്ഞ രാത്രി അപേക്ഷിച്ച്, മിനിങ്ങാന്നത്തെ രാത്രി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ രാത്രി അല്പം ആശ്വാസമുള്ളതാണ്. വരും മണിക്കൂറുകളിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജില്ല ഒരു ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. റോഷനി, ശരി. രാഹുൽ സുരേഷാണ് ഇടുക്കിയിലെ സാഹചര്യം വിശദീകരിച്ചത്.